പ്രിയമുള്ളവരെ, വചനജ്വാല 1507 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 16 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാല 16 ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 32 അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. വിരുന്നിൽ നീ മുഖ്യാതിഥി ആണെങ്കിൽ കേമത്വം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നീ ഇരിക്കാവൂ. കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക, എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർത്ഥ്യം പ്രകടിപ്പിക്കരുത്. വീഞ്ഞു സൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വീഞ്ഞു സൽക്കാര വേളകളിലെ ശ്രുതിമധുരമായ സംഗീതം സ്വർണാഭരണത്തിലെ മരതക മുദ്രയാണ്. യുവാവേ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ, അതും ഒന്നിലേറെ തവണ മാത്രം, നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക, കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷിയും ആയിരിക്കുക. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുകയുമരുത്. ഇടിക്ക് മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലന്റെ മുൻപിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്തു പോകുക, അവസാനത്തിൽ ആകരുത്. വേഗം വീട്ടിൽ പോകുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്നാൽ അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ സൃഷ്ടാവിനെ ഇക്കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. ദൈവഭക്തി. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവനെ കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടമാട്യക്കാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവർത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു മാർഗവും നിർദ്ദേശിക്കുന്നില്ല, അവഗണിക്കുകയില്ല. നിന്ദിനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നതിന് നഷ്ടം വരികയില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഹെഡ്വിഗിനെ അനുസ്മരിക്കുന്ന പൻസുദിനമാണ്. നാടുവാഴിയുടെ 3ാമത്തെ മകളായി ജനനം. 12ാം വയസ്സിൽ ഒരു പ്രഭുകുമാരനെ വിവാഹം ചെയ്തു. 6 മക്കൾ ജനിച്ച ശേഷം ഭർത്താവിന്റെ സമ്മതപ്രകാരം 1000 പേർക്ക് താമസിക്കാവുന്ന
ഒരു സിസ്റ്റേഴ്സൻ ആശ്രമം പണിതു. ദരിദ്ര യുവതികളെ അവരുടെ ആഗ്രഹമനുസരിച്ച് വിവാഹത്തിനോ സന്യാസത്തിനോ ഒരുക്കി. കന്യാസ്ത്രീകളെക്കാൾ കടുത്ത നിയന്ത്രണത്തിൽ കഴിഞ്ഞു. 40 വർഷം മാംസം ഭക്ഷിച്ചിട്ടില്ല. പല ദിവസവും വെള്ളവും റൊട്ടിയും മാത്രം ഭക്ഷിച്ചു. 69-ാം വയസ്സിൽ ഒരു കന്യാസ്ത്രീ ആകാനുള്ള ആഗ്രഹം ബാക്കി വെച്ച് സ്വന്തം സമ്പാദ്യം മുഴുവൻ ദരിദ്രർക്ക് വേണ്ടി ഉപയോഗിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയരെ, ഇന്നു തന്നെയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെയും സഭയിൽ ആചരിക്കുക. അതോടൊപ്പം വാഴ്ത്തപ്പെട്ട രാമപുരം തേവർപ്പറമ്പിൽ കുഞ്ഞച്ചനെയും ഇന്ന് അനുസ്മരിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചനെയും വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെയും വിശുദ്ധ ഹെഡ്വിക്കിനെയും അനുസ്മരിച്ചുകൊണ്ട് ഈ 3 പേരുടെയും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.